എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിൽ എല്ലാ ദിവസവും നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി അതുപോലത്തെ ഇൻഡെക്സുകളുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസും അതുപോലെ വീക്ക്ലി അനാലിസിസും കഴിഞ്ഞ ആഴ്ച എന്താണ് പറഞ്ഞത്, അടുത്ത ആഴ്ച നമുക്ക് മാർക്കറ്റിൽ ഇനി എന്തെല്ലാം സംഭവിക്കാനിരിക്കുന്നു, മാർക്കറ്റ് ബുള്ളിഷാണോ ഇല്ല ബാരിഷ് മോഡാണോ, അതുപോലെ തന്നെ നാളെ നമുക്ക് എങ്ങനെയൊക്കെ ഇൻട്രാഡേയിൽ ട്രേഡ് എടുക്കാം എന്നുള്ളതൊക്കെയാണ് ഈ വീഡിയോ വഴി നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാർക്കറ്റിലേക്ക് കടന്നു വരുന്ന ബിഗിനേഴ്സിനും അതുപോലെ തന്നെ ആൾറെഡി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രേഡർമാർക്കും സഹായകമാകുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയെ സംബന്ധിച്ചിടത്തോളം നിഫ്റ്റി നമുക്ക് ആദ്യം നോക്കാം. വീക്ക്ലി ക്യാൻഡിലിൽ എലക്ഷൻ കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസം മുതൽ ഇവിടെ ഇതിൽ നിന്ന് ബ്രേക്ക് ഔട്ട് കൊടുത്തതിന് ശേഷം മാർക്കറ്റ് ഒരു അപ് ട്രെൻഡ് തന്നെയായിരുന്നു. കഴിഞ്ഞ രണ്ട് ആഴ്ചകൾക്ക് മുന്നേ ഒരു റെഡ് ക്യാൻഡിൽ വെച്ച് പിന്നീട് കഴിഞ്ഞ ആഴ്ച ഒരു ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്തുകൊണ്ട് ഒരു മോർണിംഗ് സ്റ്റാർ രൂപത്തിൽ ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. മോർണിംഗ് സ്റ്റാർ പാറ്റേൺ ഈ ആഴ്ച, അതായത് കഴിഞ്ഞ ആഴ്ച ഫോമാകുന്ന രൂപത്തിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ വെച്ചുകൊണ്ട് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. കഴിഞ്ഞ ആഴ്ചയുടെ വീഡിയോയിൽ പറഞ്ഞത് നമുക്ക് ഇവിടെ ഇതിനെ ബുള്ളിഷ് എൻഗൾഫിനാക്കിക്കൊണ്ട് ക്യാൻഡിൽ സ്റ്റിക്ക് ഫോം ആവുകയാണെങ്കിൽ ഒരു ബുള്ളിഷ്നെസ് നമുക്ക് കാണാൻ കഴിയും. മാർക്കറ്റ് 25,000 മുകളിലേക്ക് എത്തുമെന്നാണ് നമ്മൾ സൂചിപ്പിച്ചത് കഴിഞ്ഞ ആഴ്ച. ഏതായിരുന്നാലും മാർക്കറ്റ് അതിന് മുന്നേ തന്നെ നമുക്ക് മാർക്കറ്റ് ഡൗണിലേക്കാണ് സൂചനകൾ നൽകുന്നത് എന്നും മറ്റൊരു വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സെൻറ്റിമെൻറ്റ്, വേൾഡ് ഇഷ്യൂ സെൻറ്റിമെൻറ്റ്സ് പ്രകാരം മാർക്കറ്റ് കുറച്ച്, അതായത് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം താഴേക്ക് പോയി ഇവിടെ വന്ന് ഈ ട്രെൻഡ് ലൈന് വരെ വരും എന്നാണ് കരുതിയത്. പക്ഷേ ഈ സ്വിങ് വരെയാണ് വന്നിട്ടുള്ളൂ. വന്ന് സപ്പോർട്ട് എടുത്തുകൊണ്ട് വീണ്ടും മുകളിലേക്ക് തന്നെ പോവുകയാണ് ചെയ്തത്. ഏതായിരുന്നാലും കഴിഞ്ഞ ആഴ്ചത്തെ ക്യാൻഡിലിനെ മറിച്ചുകൊണ്ട് ചെറിയ ഒരു ക്യാൻഡിൽ ഫോമായിട്ടുണ്ട്. ഒരു പക്ഷേ നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ആഴ്ചയോ അല്ലെങ്കിൽ 2-3 ദിവസങ്ങൾക്കുള്ളിലോ വേറെ ഒരു ഇഷ്യൂസൊന്നും ഇല്ലെങ്കിൽ, അതായത് വേൾഡ് ഇഷ്യൂസൊന്നും ഇല്ലെങ്കിൽ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള സാധ്യതകൾ നമ്മൾ കൂടുതലും കാണണം. ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഏകദേശം ഈ റെഡ് ക്യാൻഡിലിൻ്റെ പകുതിയോളം മാർക്കറ്റ് അപ്പിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇല്ല, ഇനി ഉക്രൈൻ റഷ്യ വാറിന് പുതിയ ന്യൂസുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാർക്കറ്റ് ചെറുതായിട്ട് ക്രാഷ് ആവുകയോ അല്ലെങ്കിൽ ഡൗൺ മോഡിലേക്ക് വരികയോ ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഇവിടെ നിന്നും ചിലപ്പോൾ ഒരു ഗ്യാപ്പ് ഡൗണിലാക്കും ഓപ്പൺ ചെയ്യുക. അങ്ങനെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അടുത്ത ആഴ്ച മാർക്കറ്റ് ഫർദറായിട്ട് താഴേക്ക് വരാൻ തന്നെയാണ് വീണ്ടും സാധ്യത കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ട്രെൻഡ് ലൈനിൽ വന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു പോകാനായിരിക്കും സാധ്യത. ഓക്കെ, അപ്പോൾ ഏതായിരുന്നാലും ന്യൂസിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് ഉക്രൈൻ റഷ്യ എത്രത്തോളം യുദ്ധസന്നാഹങ്ങൾ മുറുകുന്നുണ്ടോ അത്രത്തോളം മാർക്കറ്റിലെയും നമുക്ക് ഡൗണിലേക്ക് പ്രതീക്ഷിക്കാം. ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് ഇപ്പോൾ വേൾഡ് ന്യൂസിനെ അടിസ്ഥാനമാക്കി കുറച്ച് ആഴ്ചകൾ, മാസങ്ങൾ, അതായത് ഇലക്ഷന് ശേഷം അത്രത്തോളം പ്രതികരിക്കുന്ന രൂപത്തിലല്ല കണ്ടത്. എന്നിരുന്നാലും ചെറിയ രൂപത്തിലുള്ള ഒരു പ്രതികരണമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതിന് സൂചകമായിട്ടാണല്ലോ ഈ റെഡ് ക്യാൻഡിൽ ഫോമായതും അതിന് താഴെ ഒരു ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്തതും. പക്ഷേ വീണ്ടും കഴിഞ്ഞ വെള്ളിയാഴ്ച ഏകദേശം ഒരു 400 പോയിൻറ്റ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തുകൊണ്ട് നല്ലൊരു ബൗൺസ് ബാക്കാണ് കാഴ്ചവെച്ചത്, നല്ലൊരു റിക്കവറിയാണ് കാഴ്ചവെച്ചത്. ഓക്കെ, ഇനി നമുക്ക് ഡേ ക്യാൻഡിലേക്ക് വരുമ്പോൾ നമ്മൾ വെള്ളിയാഴ്ച ട്രേഡ് ചെയ്യാൻ കൊടുത്തിരുന്നത് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 24,200 മുകളിൽ നിങ്ങൾ ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഇവിടെ നെക്സ്റ്റ് 24,270 ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ അവിടെ എക്സിറ്റ് അടിച്ചുകൊണ്ട് പിന്നീട് ഇതിന് മുകളിലേക്ക് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യണമെങ്കിൽ ഫർദറായിട്ട് മുകളിലേക്ക് എടുത്ത് പോകാം എന്നുള്ളതാണ് വീഡിയോ പറഞ്ഞത്. വീഡിയോ ഓർമ്മയില്ലാത്തവർക്ക് അതൊന്ന് കണ്ടു നോക്കിയാൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഓപ്പൺ ചെയ്തത് തന്നെ ഗ്യാപ്പ് അപ്പിലാണ്. ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് ചെറുതായി താഴെ വന്നിട്ട് വീണ്ടും ഈ സപ്പോർട്ട്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ 24,200 ഇത് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മേലേക്ക് പോകാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതിന് മുകളിൽ, അതായത് നമ്മുടെ സെക്കൻഡ് എൻട്രിക്ക് മുകളിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തുകൊണ്ട് മാർക്കറ്റ് താഴെ വന്ന് നമ്മുടെ ആദ്യത്തെ, അതായത് പ്രീവിയസ് എൻട്രിയിൽ വന്ന് സപ്പോർട്ട് എടുത്തുകൊണ്ടാണ് മുകളിലേക്ക് പോയി ഇത് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 1 അവർ ടൈം ഫ്രെയിമിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. നോക്കിക്കോളൂ, ഇതാ. പക്ഷേ ഇവിടെ 24,270 എന്നുള്ളത് ഇവിടെ 24,440 ക്രോസ് ആൻഡ് ക്ലോസ് കൊടുത്തിരിക്കുന്നത്.
24,440 ക്ലോസ് ആൻഡ് ക്രോസ് കൊടുത്തതിന് ശേഷം മാർക്കറ്റ് ചെറുതായിട്ട് റീട്രേസ്മെൻറ്റാണ് നടത്തിയത് 24,389 വരെ, 24,390 വരെ. അതിനുശേഷം വീണ്ടും അപ്പിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ നിന്ന് എൻട്രി എടുത്തിട്ടുണ്ടാവും. ഒരു ട്രേഡർ എന്ന നിലയ്ക്ക് നമ്മുടെ വീഡിയോ കറക്റ്റായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഇവിടെ നിന്നായിരിക്കും എൻട്രി എടുത്തിട്ടുണ്ടാവുക. കാരണം ഇവിടെ നിന്ന് എൻട്രി എടുക്കാൻ സാധ്യതയില്ല, ഇവിടെ നിന്നും എൻട്രി എടുക്കാൻ സാധ്യതയില്ല. നമ്മൾ 1 മണിക്കൂർ ടൈം ഫ്രെയിമാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കാരണം 15 മിനിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ സക്സസ് ആയി എന്ന് വരും. പക്ഷേ എല്ലാ ദിവസവും നമ്മൾ അങ്ങനെ സക്സസ് ആയിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഫോളോ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു സ്ട്രാറ്റജി തന്നെ നമ്മൾ ഫോളോ ചെയ്യണം. ഒരു ദിവസം അപ്പ് സൈഡിലേക്ക് പോയി ഒരു ഹ്യൂജ് റാലി കിട്ടി എന്ന് വിചാരിച്ച് നമ്മൾ ഇവിടെ നിന്നൊക്കെ എൻട്രി എടുക്കുന്നതിന് കുഴപ്പമില്ല. നമുക്ക് പ്രോഫിറ്റ് ഒരു അപ്പ് ട്രെൻഡിൽ വൺ സൈഡ് മൂവ് ആണെന്ന് തോന്നി ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. ഒരു സ്റ്റോപ്പ് ലോസ് നമുക്ക് ഇവിടെ വെച്ചിട്ടോ അല്ലെങ്കിൽ പ്രീവിയസ് എൻട്രിയിൽ വെച്ചിട്ടോ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെച്ച് എൻട്രി എടുത്ത് പോകാം. പക്ഷേ നമ്മുടെ വീഡിയോയുടെ അനാലിസിസ് പ്രകാരം നമ്മളെ ഫോളോ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഇവിടെ നിന്നായിരിക്കും എൻട്രി എടുത്തുണ്ടാവുക. ഒരു റീടെസ്റ്റ് നടത്തിയല്ലോ 24,390 വരെ. അതിനുശേഷം മുകളിലേക്ക് പോകുമ്പോൾ 24,420 നിന്ന് എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ 148 പോയിൻ്റ് ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നിഫ്റ്റിയിൽ വെള്ളിയാഴ്ച പറഞ്ഞ പ്രഡിക്ഷൻ അനുസരിച്ച് നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ഈസിയായി സാധിച്ചിട്ടുണ്ടാവും. അർജൻറ്റ് ഉള്ളവർക്കാണ് നമ്മൾ 24,200, അതായത് 24,273 വരെ വെയിറ്റ് ചെയ്യാൻ കഴിയാത്തവർക്കാണ് 24,200 എൻട്രി എടുത്ത് പോകാം എന്ന് പറഞ്ഞത്. പക്ഷേ നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് നോക്കൂ, ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം താഴേക്ക് വന്നു. വീണ്ടും അവിടെ നിന്നും താഴേക്ക് വന്നു. നമ്മുടെ സെക്കൻഡ് എൻട്രിയിൽ നിന്നും താഴെ വന്ന് ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടാണ് പോയത്. ഇവിടെ സപ്പോർട്ട് എടുത്ത് പോകുമ്പോൾ നമുക്ക് ഇതിനിടയ്ക്ക്, അതായത് ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് പോകുമ്പോൾ ഇതിനിടയ്ക്ക് മറ്റൊരു റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ എടുക്കുന്നത് അത്ര സുരക്ഷിതമല്ല. ബട്ട് ഇത് ക്രോസ് ചെയ്തതിന് ശേഷം ഒരു ഹ്യൂജ് റാലിയാണ് സംഭവിച്ചത്. പക്ഷേ ഇതൊക്കെ എന്തെങ്കിലും ഒരു ദിവസം സംഭവിക്കുള്ളൂ എന്ന് വിചാരിച്ച് നമ്മൾ പറഞ്ഞ പ്രഡിക്ഷൻ അല്ലാതെ അല്ലെങ്കിൽ നമ്മുടെ അനാലിസിസിന് വിപരീതമായിട്ട് ചെയ്താൽ ഇന്നല്ലെങ്കിൽ നാളെ കുടുങ്ങും. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയിൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ ഫോളോവേഴ്സിന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കട്ടെ. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം വീക്കിലി അനാലിസിസിൽ ഈ ഒരു ട്രെൻഡ് ലൈന് ഇവിടെ നിന്ന് താഴെ നിന്നും ഒരു സെമിട്രിക് പാറ്റേൺ തന്നെയാണ് രൂപപ്പെട്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഈ പാറ്റേണിനെ എങ്ങോട്ട് ക്രോസ് ചെയ്യുന്നോ അതിനുശേഷമായിരിക്കും ഒരു ട്രെൻഡ് നമുക്ക് നിർണ്ണയിക്കാൻ കഴിയുക. പക്ഷേ ഇവിടെ നിഫ്റ്റിക്ക് വിപരീതമായിട്ടാണ് ബാങ്ക് നിഫ്റ്റി നടന്നത്. നിഫ്റ്റി ഒരു അപ്പ് ട്രെൻഡിലാണെങ്കിൽ അതിനെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാത്ത രൂപത്തിലാണ് ബാങ്ക് നിഫ്റ്റി പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ആഴ്ച ഒരു റെഡ് ക്യാൻഡിൽ വെച്ച സ്ഥലത്ത് ഇപ്രാവശ്യം ഒരു ഗ്രീൻ ക്യാൻഡിലാണ് വെച്ചിരിക്കുന്നത്. ഗ്രീൻ ക്യാൻഡിൽ ഒരു ബുള്ളിഷ് പെർഫോമൻസ് ക്യാൻഡിൽ തന്നെയാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. ഒരു പക്ഷേ മാർക്കറ്റ് ഇവിടെ നിന്നാണല്ലോ ഒരു അപ്പ് മൂവ്മെൻറ്റ് കണ്ടത്. ഇവിടെ നിന്നും താഴേക്ക് വന്ന് ഈ ലൈനിൽ നിന്നും, അതായത് ഈ വീക്കിലിയിൽ നിന്നും നേരെ മുകളിലേക്ക് പോയി 53,500 ഉള്ളിൽ പോയി പിന്നീട് അവിടുന്ന് നേരെ താഴേക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു സപ്പോർട്ട് എടുത്ത് വീണ്ടും ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ വെച്ചതുകൊണ്ട് ഇനി ഫർദറായിട്ട് മുകളിലേക്ക് പോയി വീണ്ടും ഒരു ഡബിൾ ടോപ്പ് ഫോമായാലും ആയേക്കാം. പക്ഷേ നമുക്ക് ഉറപ്പില്ല. കാരണം വേൾഡ് ഇഷ്യൂസ്, മെയിനായിട്ട് വാർ ഇഷ്യൂസ് തന്നെയാണ് നമ്മുടെ മുന്നിലുള്ളത്. അതാണ് മെയിനായിട്ടുള്ളൊരു പ്രശ്നം. അപ്പോൾ അങ്ങനെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ വീണ്ടും ഇവിടെ റെസിസ്റ്റൻസ് എടുക്കുകയോ അല്ലെങ്കിൽ ഈ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ഔട്ട് ചെയ്തുകൊണ്ട് കുറച്ചുകൂടെ മുകളിലേക്ക് പോയി 55,000 എന്നുള്ള ഒരു മൈൽ സ്റ്റോൺ ടച്ച് ചെയ്ത് വീണ്ടും താഴേക്ക് വന്നാലും അങ്ങനെയായിരിക്കും വരിക. ഇവിടെ ഈ ട്രെൻഡിൽ അതായത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ട്രെൻഡ് ലൈനിൻ്റെ ബോട്ടത്തിനെയാണ് റീടെസ്റ്റ് എടുത്തിരിക്കുന്ന ബാങ്ക് നിഫ്റ്റി. ഇപ്പോൾ കാണുന്നില്ലേ, ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടാണ് പോയിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റി ഒരു ഗ്രീൻ ക്യാൻഡിൽ വെച്ചിരിക്കുന്നത്. 789-800 പോയിൻറ്റിൻ്റെ ഉള്ളിലാണ് വെള്ളിയാഴ്ച റാലി നടത്തിയിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടിന്യൂ ആയിട്ട് ഒരു ഫർദറായിട്ട് ഒരു റാലി നടത്തുകയാണെങ്കിൽ ഒരുപക്ഷെ ആൾ ടൈം ഹൈയും ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോയി 55,000 ടച്ച് ചെയ്ത് താഴേക്ക് വരാം. ഇല്ല ഇനി വാർ ഇഷ്യൂസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാളെ തന്നെ ഇത് താഴേക്കും വരാം. താഴേക്ക് വന്ന് ഈ ഒരു ലൈൻ, അതായത് ഈ ട്രെൻഡ് ലൈനിനെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഫർദറായിട്ട് താഴേക്ക് വരാൻ തന്നെയാണ്
സാധ്യത എത്ര വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്നും ഈ ഒരു സ്വിങ് വരെ ആയിരിക്കും ഫസ്റ്റ് 45,000 വരെ. ഓക്കെ, അതിനുശേഷമായിരിക്കും സപ്പോർട്ട് എടുത്ത് ഫർദറായിട്ട് മുകളിലേക്ക് പോവുക. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതാണ് കാണാൻ കഴിയുന്നത്. ഏതായിരുന്നാലും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ, വേറെ യുദ്ധസമാനമായ ഭീതികളൊന്നും ഇല്ലെങ്കിൽ മാർക്കറ്റ് മുകളിലേക്ക് തന്നെയാണ്, അപ് ട്രെൻഡിൽ തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡേ ക്യാൻഡിൽ വരികയാണെങ്കിൽ വെള്ളിയാഴ്ച ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 49,970 നമുക്ക് അർജൻറ്റുള്ളവർക്ക്, അതായത് കാത്തിരിക്കാൻ വയ്യാത്തവർക്ക് എൻട്രി എടുക്കാം എന്നുള്ളത്. പക്ഷേ അങ്ങനെ എൻട്രി എടുക്കുകയാണെങ്കിൽ 50,515 റെസിസ്റ്റൻസ് ഉണ്ട്. 510 515 റെസിസ്റ്റൻസ് ഉണ്ട്. നിങ്ങളിവിടെ എക്സിറ്റ് ആണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് 1 അവർ ടൈം ഫ്രെയിമിലേക്ക് മാറ്റുമ്പോൾ കറക്റ്റായിട്ട് അനാലിസിസ് ചെയ്യാൻ കഴിയും. ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം നേരെ താഴെ വന്ന് വീണ്ടും അവിടെ നിന്നും 49,800 എന്നുള്ള സപ്പോർട്ട് എടുത്തുകൊണ്ട് ബൗൺസ് ബാക്ക് നടത്തി 49,951 ക്ലോസ് ചെയ്തു. പക്ഷേ നമ്മുടെ 49,970 എന്നുള്ള നമ്മുടെ എൻട്രിയുടെ മുകളിലല്ല ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തത്. അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു എന്ന് പറഞ്ഞാലും പോരാ. ഇവിടെ നിന്നും 50,400 പോയിട്ടാണ് ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. 50,370 50,370 പോയി ക്രോസ് ചെയ്തു. പിന്നീട് നെക്സ്റ്റ് ക്യാൻഡിൽ നേരെ റീടെസ്റ്റിന് താഴെ വന്നത് 50,290 50,290 റീടെസ്റ്റ് നടത്തി പോകുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്നാണ് ശരിക്കും നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യുന്നവർ എടുത്തിട്ടുണ്ടാവുക. അതായത് 50,360 നിഫ്റ്റി. അങ്ങനെ 50,360 എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ക്യാച്ച് ചെയ്യാൻ കഴിയും. ഇവിടെ 50,510 റെസിസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പ് 500 എക്സിറ്റ് അടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 500 വെച്ചാൽ മതി. അപ്പോൾ 123 പോയിൻ്റ് ഇൻഡെക്സിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ 123 പോയിൻ്റാണ് ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. നോക്കട്ടെ. ഓക്കെ, 140 പോയിൻ്റ് 150 പോയിൻറ്റിനുള്ളിൽ ബുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇവിടെ നേരത്തെ നിഫ്റ്റിയിൽ പറഞ്ഞ സമാനമായ രീതി തന്നെ നമുക്ക് ഇവിടെ നിന്ന് വലിയൊരു റാലി കാണുന്നു എന്ന് വിചാരിച്ചിട്ട് 15 മിനിറ്റ് ക്യാൻഡിലേക്ക് മാറ്റി ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ എടുക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ സ്റ്റോപ്പ് ലോസ് കറക്റ്റായിട്ട് മൈനസ് ചെയ്യണം. അതായത് നമ്മുടെ ഫസ്റ്റ് എൻട്രിയിൽ സ്റ്റോപ്പ് ലോസ് മൈനസ് ചെയ്താൽ മതി. ഇവിടെ നിന്ന് 15 മിനിറ്റ് ക്യാൻഡിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 50,010 50,010 ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തു. പിന്നീട് അവിടെ നിന്നും റീടെസ്റ്റ് തന്നെ നടത്തിയിട്ടില്ല. നെക്സ്റ്റ് 15 മിനിറ്റ്സ് ക്യാൻഡിൽ അവിടെ നിന്ന് ഫർദറായിട്ടൊരു അപ്പ് മൂവ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ പോവുകയാണെങ്കിൽ തന്നെ ഇവിടെ നിന്നും, അതായത് ഈ അപ്പ് മൂവ്മെൻറ്റിൽ നിന്നും ഇവിടെ നിന്നും എടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ 50,019 380 പോയിൻ്റ് ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞേനെ. പക്ഷേ ഞാൻ പറഞ്ഞ രൂപത്തിൽ എന്നും നമുക്ക് ഇത് പോസിബിൾ അല്ല. അതുകൊണ്ടാണ് 1 അവർ ടൈം ഫ്രെയിം സ്ട്രിക്റ്റായിട്ട് വാച്ച് ചെയ്യണം പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലും ചെറുതാണെങ്കിലും ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവും എല്ലാവർക്കും. അതുപോലെ തന്നെ ഫിൻ നിഫ്റ്റിയിലും നമുക്ക് ഫിൻ നിഫ്റ്റി ഫോളോ ചെയ്യുന്നവർക്കും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. 23,082. അതുപോലെ തന്നെ ഫിൻ നിഫ്റ്റിയിലും മിഡ് ക്യാപ് നിഫ്റ്റിയിലുമൊക്കെ നമുക്ക് ചെറുതാണെങ്കിലും പ്രോഫിറ്റുകൾ ബുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. മിഡ് ക്യാപ് നിഫ്റ്റിയിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ 1 അവർ ടൈം ഫ്രെയിമിൽ നോക്കൂ 12,650 ഹൈ. അതിനുശേഷം ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിട്ട് ഇവിടെ നിന്നും നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ 12,630 നിന്ന് എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ ഹൈ വന്നിട്ട് 12,700 വരെ പോയിട്ടുണ്ട്. അപ്പോൾ 70-80 പോയിൻ്റ് മിഡ് ക്യാപ് നിഫ്റ്റിയിലും അതേപോലെ തന്നെ ഫിൻ നിഫ്റ്റിയിലും ഒക്കെ നമുക്ക് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രോഫിറ്റ്. ഏതായിരുന്നാലും കഴിഞ്ഞ ആഴ്ചകളിൽ പരമാവധി നമുക്ക് എല്ലാ നിലയ്ക്കും പ്രോഫിറ്റുകൾ ബുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നാളെ നിഫ്റ്റിയിൽ എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ് നോക്കാനുള്ളത്. ഈ ഒരു ട്രെൻഡ് ലൈൻ തന്നെയാണ് നമുക്ക് ഇനിയും വാച്ച് ചെയ്യാനുള്ളത്. ഇതിനെ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യുക എന്ന് മാത്രം. ഇപ്പോൾ നോക്കൂ, കറക്റ്റായിട്ട് ഇവിടെ തന്നെയാണ് റെസിസ്റ്റൻസ് എടുത്തിട്ട് കുറച്ച് താഴേക്ക് വന്നിരിക്കുന്നത്. 1 അവർ ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ, 1 ഡേ ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ ഉണ്ടോ നിങ്ങൾക്ക്
കറക്റ്റായിട്ട് ഇവിടെ തന്നെ റെസിസ്റ്റൻസ് എടുത്തിരിക്കുന്നത്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിന് ഉള്ളിൽ തന്നെയുള്ളത്. നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആണെങ്കിൽ തീർച്ചയായും ഇവിടെ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. അതായത് 24,700 വരെ പോകാം. 24,700 എന്ന് പറയുമ്പോൾ ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,550 24,700 എന്ന് പറയുമ്പോൾ 150 പോയിൻ്റ്. ഓക്കെ, അതിനുശേഷം ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും മുകളിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. താഴേക്ക് വരികയാണെങ്കിൽ ഈ ട്രെൻഡ് ലൈനിനെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യണം. അപ്പോൾ നമുക്ക് നാളെ എടുക്കാനുള്ള മേജർ റെസിസ്റ്റൻസ്, അതായത് നമുക്ക് എൻട്രി പോയിൻ്റ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ എടുക്കാം. നാളെ ഒരു ഗ്യാപ്പ് ഡൗണിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ 24,600 നമുക്ക് ഒരു ബൈ എൻട്രി പോസിബിളാണ്. 24,600. ഓക്കെ, 24,600 എൻട്രി എടുക്കുമ്പോൾ 24,690 വരെയാണ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇവിടെ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും ഒരു റീടെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ 90 പോയിൻ്റോളം ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സിറ്റ് അടിച്ച് മാറി നിൽക്കാം. അതിനുശേഷം ഈ ലൈനിന് 24,700 ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യണമെങ്കിൽ മുകളിലേക്ക് എടുത്ത് പോകാം. ഓക്കെ, അപ്പോൾ നോട്ട് ചെയ്തോളൂ. 24,600 മുകളിൽ ബൈ ചെയ്യുകയാണെങ്കിൽ 24,690 വരെ. അതിനുശേഷം 24,700 ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫർദറായിട്ടൊരു ഏകദേശം 24,800 വരെയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിയും. താഴേക്ക് വരികയാണെങ്കിൽ തീർച്ചയായും ഇവിടെ നിന്ന് തന്നെയാണ് നമുക്ക് ഒരു എൻട്രി പോസിബിൾ ഉള്ളൂ, 24,200 താഴെ. ഓക്കെ, അതിനു മുമ്പ് എടുക്കാനുള്ള പോസിബിലിറ്റി ഇല്ല. അപ്പോൾ നിഫ്റ്റിയിൽ ഇങ്ങനെയാണ്. അപ്സൈഡ് പോവുകയാണെങ്കിൽ 2 എൻട്രി ഉണ്ട്. ഫസ്റ്റ് എൻട്രി എടുത്തു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കീപ്പ് ചെയ്യും. ഇനി ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ 50,610 മുകളിൽ 50,610 മുകളിൽ നമുക്കൊരു എൻട്രി എടുക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണാണ് നാളെ സംഭവിക്കുന്നത് എങ്കിൽ 50,800 മുകളിലേ പിന്നെ എൻട്രി ഉള്ളൂ. ഒരു സെക്കൻഡ്, അതിനു മുമ്പ് 50,725 എൻട്രി ഉണ്ട്. പക്ഷേ അതൊക്കെ റിസ്ക് ആയതുകൊണ്ട് നമുക്ക് 50,800 മുകളിൽ മാത്രം എൻട്രി എടുത്ത് പോയാൽ മതി. ഇവിടെ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആണെങ്കിലാണ് പറയുന്നത്. ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആണെങ്കിൽ, ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആണെങ്കിൽ 50,610 മുകളിൽ. ഓക്കെ, ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആണെങ്കിൽ 50,610 മുകളിൽ എൻട്രി എടുത്ത് പോകാം. 50,800 വന്നു കഴിഞ്ഞാൽ ഒന്ന് എക്സിറ്റ് അടിച്ച് മാറി നിൽക്കണം. ഓക്കെ, 50,800 മുകളിൽ പോവുകയാണെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് എൻട്രി എടുത്ത് പോകാം. ഇനി താഴേക്ക് വരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇതുവരെ തന്നെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതായത് 49,800 എന്നുള്ള വെള്ളിയാഴ്ചയിലെ സ്ട്രോങ് സപ്പോർട്ട് 49,800. അതേസമയം വ്യാഴാഴ്ച 49,700 ആയിരുന്നു സ്ട്രോങ് സപ്പോർട്ട്. നിങ്ങൾ 49,800 താഴെ എടുത്ത് വരികയാണെങ്കിലും 49,700 എന്നുള്ളത് ഒരു വലിയ കടമ്പയാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. 100 പോയിൻ്റ് തന്നെയാണ് താഴേക്ക് വരാനുള്ള സാധ്യതയുള്ളൂ. ഇവിടെ എന്തായാലും 49,700 ഒരു സ്ട്രോങ് ആയിട്ട് അതിനെ റെസ്പെക്റ്റ് ചെയ്യും. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് 49,800 വരെ വെയിറ്റ് ചെയ്യാൻ കഴിയുന്നില്ല, അതിനു മുമ്പ് എടുക്കണം എന്നുണ്ടെങ്കിൽ വേണ്ട, റിസ്ക്കാണ്. ഓക്കെ, അപ്പോൾ 49,800 താഴെ ബാങ്ക് നിഫ്റ്റിയിൽ എൻട്രി. പക്ഷേ 49,700 റെസിസ്റ്റൻസ് ഉണ്ട്, മാറി നിൽക്കണം. 49,700 താഴെ വരികയാണെങ്കിൽ ഫർദറായിട്ട് നിങ്ങൾ ഒരു ഡൗൺ സൈഡിലേക്ക് എടുത്തു പോകാം. മുകളിലേക്കാണെങ്കിൽ 50,510 മുകളിൽ എടുത്തു പോകാം. പക്ഷേ 50,800 റെസിസ്റ്റൻസ് ഉണ്ട്, അവിടെ മാറി നിൽക്കണം. അതിനുശേഷം 50,810 മുകളിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫർദറായിട്ട് മുകളിലേക്ക് എടുത്തു പോകാം. ഏതുവരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 51,100 വരെ. ഓക്കെ, അപ്പോൾ ഇതാണ് നിഫ്റ്റിയിലെയും ബാങ്ക് നിഫ്റ്റിയിലെയും. ബാങ്ക് നിഫ്റ്റിയെപ്പോലെ തന്നെ ഒരു സിമെട്രിക് പാറ്റേണിൽ തന്നെയാണുള്ളത്. 23,000 മുകളിൽ നമുക്കൊരു എൻട്രി പോസിബിളാണ്. 23,000 മുകളിൽ ഏതുവരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 23,188 വരെ. ഓക്കെ, ഇനി ഡൗൺ സൈഡ് വരികയാണെങ്കിൽ 22,600 താഴെ. പക്ഷേ 22,600 താഴെ നിങ്ങൾ എടുക്കുമ്പോൾ
പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം 22,520 25 ആയിട്ട് സപ്പോർട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ബെറ്റർ 22,520 താഴെ അല്ലെങ്കിൽ 510 താഴെ എടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ ഉചിതം. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 22,500 താഴെ, 22,500 താഴെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ താഴേക്കൊരു ഫർദറായിട്ടുള്ളൊരു എൻട്രി ഉള്ളൂ എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. അത്ര കാത്തിരിക്കേണ്ടി വരും, അല്ലെങ്കിൽ പണി കിട്ടും. മുകളിലേക്ക് കുഴപ്പമില്ല, 23,000 മുകളിൽ എടുക്കാം. ഒരു 190 പോയിൻ്റ് അല്ലെങ്കിൽ 180 പോയിൻ്റ് വരെ വെയിറ്റ് ചെയ്യാം. 100 പോയിൻ്റ് കിട്ടിയാൽ മതിയല്ലോ, എന്തിനാ 190 200 അല്ല പറയുമ്പോൾ പറയുക. അതേസമയം അവിടെ നിങ്ങൾ എക്സിറ്റ് അടിച്ചിട്ട് 23,200 ശേഷം ഫർദറായിട്ട് മുകളിലേക്ക് പോവുക. അത് എത്ര വരെ പോകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 23,250 വരെ പോകുള്ളൂ കേട്ടോ, അത് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ എൻട്രി എടുക്കാതിരിക്കുക നല്ലത്. 23,000 to 23,200 വരെ മാത്രം പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് ഗമ്മെന്നിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ മിഡ് ക്യാപ് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇനി പറയുകയാണെങ്കിൽ മിഡ് ക്യാപ് നിഫ്റ്റി നമ്മൾ 12,725 ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് പറഞ്ഞ് നോക്കി എങ്ങനെ ആക്ട് ചെയ്തിരിക്കുന്നു നോക്കി. ഡേ ക്യാൻഡിൽ 12,735 വരെ പോയിട്ട് അവിടെ നിന്നു. അതാണ് കഥ. അവിടെ നിന്നും 12,735 പോയിട്ട് 12,724 ക്ലോസ് ചെയ്തു. നമ്മുടെ റെസിസ്റ്റൻസ് എത്രയും നോക്കിയേ 12,274. എത്ര പെർഫെക്റ്റാണ് നോക്കിയേ. അതാ പറയുന്നത്, റെസിസ്റ്റൻസ് നമ്മളെപ്പോഴും ആ ലൈനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. ഇൻഡെക്സ് റെസ്പെക്റ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മളും റെസ്പെക്റ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മുടെ പണം കൊണ്ട് അവർ പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ എൻട്രി എന്ന് പറയുന്നത് ഇനി ഇതിന് മുകളിൽ തന്നെയുള്ളൂ, 12,735 മുകളിൽ. നാളെ ഗ്യാപ്പ് അപ്പാണെങ്കിൽ, ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആണെങ്കിൽ ഉറപ്പായിട്ടും 12,770 മുകളിലേ എൻട്രി ഉള്ളൂ. അതേസമയം ഗ്യാപ്പ് അപ്പിന് ശേഷം താഴെ വന്ന് തിരിച്ച് കയറുകയാണെങ്കിൽ 12,735 തന്നെ നമുക്ക് എൻട്രി എടുക്കാം. നമുക്ക് ഫസ്റ്റ് റെസിസ്റ്റൻസ് ഇവിടെ ഒന്ന് ചാടി ഇറങ്ങാണ്ട് 12,770. ഓക്കെ, 12,770 ഒന്ന് ചാടി ഇറങ്ങാണ്ട് ഏകദേശം ഒരു 50 പോയിൻറ്റിൻ്റെ ഉള്ളിൽ തന്നെ ചാടി ഇറങ്ങാണ്ട് പിന്നീട് അവിടെ നിന്നും ഫർദറായിട്ട് നമുക്ക് മുകളിലേക്ക് എടുത്തു പോകാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു 50 പോയിൻറ്റിനുള്ളിൽ ഒരു സ്കാൽപ്പിംഗ് രൂപത്തിൽ വേണമെങ്കിൽ ട്രേഡ് ചെയ്യാം. പക്ഷേ നിങ്ങൾക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു എൻട്രി എന്ന് പറഞ്ഞാൽ 12,770 മുകളിൽ തന്നെയാണ്. ഇനി താഴേക്ക് വരികയാണെങ്കിൽ 12,570 താഴെ നിങ്ങൾക്കൊരു ഡൗൺ എൻട്രി എടുത്ത് വരാം. അത് അത്യാവശ്യം ഗ്യാപ്പുണ്ട്. 12,470 പിന്നെ സപ്പോർട്ടുള്ളത്. ഏകദേശം ഒരു 100 പോയിൻറ്റ്, 100 തന്നെ ഉള്ളൂ. അല്ല, മിഡ് ക്യാപ്പിൽ 100 എന്ന് പറയുമ്പോൾ വലിയ സംഖ്യ തന്നെയാണ്. ഓക്കെ, അപ്പോൾ മിഡ് ക്യാപ്പിൽ ഇങ്ങനെയാണ് നാളെ ട്രേഡ് ചെയ്യേണ്ടത്. 12,770 മുകളിൽ പ്രോപ്പറായൊരു എൻട്രി. അതിന് ഉള്ളിൽ വേണമെങ്കിൽ 12,730 ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഒരു 50 പോയിൻ്റ് ക്യാച്ച് ചെയ്യുന്ന രൂപത്തിൽ, ഒരു 40 പോയിൻ്റ് ക്യാച്ച് ചെയ്യുന്ന രൂപത്തിൽ ഇൻഡെക്സിൽ. അപ്പോൾ പ്രീമിയം സ്ട്രൈക്കിൽ ഒരു 20-25 പോയിൻ്റ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഹൈക്ക് കിട്ടുകയാണെങ്കിൽ അതിൽ കൂടുതൽ അല്ലെങ്കിൽ കുറയും. നാളെ തിങ്കളാഴ്ച മിഡ് ക്യാപ് നിഫ്റ്റിയുടെ എക്സ്പയറി ആയതുകൊണ്ട് പ്രീമിയം ഡേക്ക് ഉണ്ടാവും. അപ്പോൾ ഏതായിരുന്നാലും 12,770 മുകളിൽ മാത്രം എൻട്രി എടുത്ത് പോയാൽ മതി. ഓക്കെ, ഇനിയിപ്പോൾ ഈ കൈകാല് പൊരിച്ചവർക്ക് ഇനിയിപ്പോൾ കൈകാല് പൊരിയുന്നവർക്ക് വേണ്ടിയിട്ടാണ് 12,730 എടുത്ത് പോകാൻ ഒരു 40 പോയിൻ്റ് സ്കാൽപ്പിംഗ് ചെയ്യുക എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതാണ് നാളേക്കുള്ള നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, മിഡ് നിഫ്റ്റി, അതുപോലെ ഫിൻ നിഫ്റ്റിയുടെ ട്രേഡിംഗ് സെറ്റപ്പുകൾ. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നിങ്ങൾ ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഇതുപോലെ നിങ്ങൾ ചാർട്ട് വരച്ച് ടെക്നിക്കൽ അനാലിസിസ് നടത്തിയതിന് ശേഷം പ്രോപ്പറായ എൻട്രി നിങ്ങൾക്ക് പൂർണ്ണ ബോധത്തോടു കൂടി എടുത്തു പോവുക. ലോസ് സംഭവിക്കാതെ മാർക്കറ്റിൽ നിലനിൽക്കാൻ ശ്രമിക്കുക. പണം പോയി കഴിഞ്ഞാൽ റിക്കവർ ചെയ്തു തരാം എന്നൊക്കെ പലരും പറയും. പക്ഷേ റിക്കവർ ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും. നമ്മുടെ പണം പോയ രൂപത്തിൽ നമുക്ക് തിരിച്ചു കിട്ടില്ല. അതായത് ഒരു ഓപ്ഷൻ ബയ്യറിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെടുകയാണെങ്കിൽ പല വഴിക്കും പോവാണ്ട്. അതായത് ഒന്ന്, നമുക്ക് ഓപ്പോസിറ്റായി മാർക്കറ്റ് പോകുന്നത്, 2 പ്രീമിയം ഡിക്ക്, 3 പ്രീമിയം ഹണ്ടിങ്. അതുപോലെ തന്നെ സകല കുലാതി ഏതെല്ലാം രീതിയിൽ നമ്മുടെ പ്രീമിയത്തിനെ
താഴേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ ആ തരത്തിലെല്ലാം കൊണ്ടും. അപ്പോൾ ചക്രവ്യൂഹത്തിൽ അകപ്പെട്ട അഭിമന്യുവിനെ പോലെയാണ് ഒരു ഓപ്ഷൻ ബയ്യർ. നാനാഭാഗത്തു നിന്നും കുത്തലുകളായിരിക്കും, നഷ്ടത്തിലേക്ക് പ്രോഫിറ്റിലേക്ക് ഒരേ ഒരു വഴിയേ ഉണ്ടാവുള്ളൂ, അതോ ദുർഘടം നിറഞ്ഞതുമായിരിക്കും. അതുകൊണ്ട് കെയർഫുൾ. ഓക്കെ, നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.